അമേരിക്കയുടെ പടക്കപ്പലായ എബ്രാഹിം ലിങ്കന് നേരെ ഇറാന്റെ ഒരു ഡ്രോണ് വരുന്നു. ഈ ഡ്രോണ് വരുന്നത് മനസ്സിലാക്കി അമേരിക്ക അതിനെ വെടിവെച്ചിടുന്നു. അപ്പൊ ഈ ഡ്രോണിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ലോക പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്ക, ഈ ഇറാന്റെ 800 മൈൽ അകലെയാണ് ഈ അമേരിക്കൻ പടക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ഈ പടക്കപ്പലിലേക്ക് ഒരു ഡ്രോൺ വിടാനുള്ള ധൈര്യം ഇറാൻ എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് മിഡിൽ ഈസ്റ്റില് അമേരിക്ക വന്നാൽ അതൊരു തീക്കിളിയാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് അത് തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് ആ അധികാരം പോകുന്നതിന് ഒരു കാരണവശാലും ഇറാൻ സമ്മതിച്ചു കൊടുക്കുകയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിലപേശൽ കേന്ദ്രമാണ് ഹോർമുസ് കടലിടുക്ക്. ലോക വ്യാപാരത്തിന്റെ ഏകദേശം 60% അല്ലെങ്കിൽ അതിൽ കൂടുതൽ നടക്കുന്ന ഒരു പ്രദേശത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന രീതിയിൽ അമേരിക്ക ഇറാന് അമേരിക്കയും രണ്ടു കൂട്ടരും വളരെ ശ്രദ്ധിച്ച് മാത്രമുള്ള ഒരു ഗെയിം പ്ലാനിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഇറാനെ പേടിപ്പിക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും, പക്ഷെ സമ്പൂർണ്ണമായിട്ട് ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യൻ മഹാസമുദ്രം മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു പ്രദേശമാണ്. അവിടെ ഡീഗോ ഗാർഷിയ എന്ന് പറഞ്ഞൊരു ഒറ്റപ്പെട്ട ദ്വീപുണ്ട്. ഇത് അമേരിക്ക എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ സൈനിക ക്യാമ്പായിട്ട് അല്ലെങ്കിൽ ബേസ് ക്യാമ്പായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ വലിയൊരു റൺവേ ഉണ്ട്, മുങ്ങിക്കപ്പലുകൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ഈ നാവികസേനയുടെ വിമാനവാഹിനികൾക്ക് ഉൾപ്പെടെ അവിടെ എത്തിച്ചേരാനും നങ്കൂരമിടാനുമുള്ള സംവിധാനമുണ്ട്. കൂടാതെ ധാരാളം സൈനികരും അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അത് ഇറാനുമായിട്ട് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇറാൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ ഡീഗോ ഗാർഷിയ ആയിരിക്കും. അവിടുത്തെ റൺവേ തകർക്കുക, അവിടുത്തെ പേൾ ഹാർബറിൽ ജപ്പാൻ ചെയ്തതുപോലെ ക്രൂരമായ ഒരു ആക്രമണത്തിന് അമേരിക്ക ഇവിടെ വിധേയമാകും. അവിടെ ഒരു ചോരക്കളം ഉണ്ടാകാം. പിന്നെ ഫിലിപ്പീൻസിന് സമീപമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈലിന്റെ പരിധി, ഇത് രണ്ടും പരിധിയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആക്രമണം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ മുഖം വലിച്ചു കീറി കളയുന്നതിന് തുല്യമായിരിക്കും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ. എന്നാൽ ഇറാനെ പാഠം പഠിപ്പിക്കുകയും വേണം. ഈ അതായത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കരാറുണ്ടാക്കാൻ അമേരിക്ക കഷ്ടപ്പെടുന്നത് പോലത്തെ മറ്റൊരു യുദ്ധക്കളം ആണ് ഇറാനെ സംബന്ധിച്ച അമേരിക്ക എന്ന് പറയുമ്പോൾ. ഇറാനെ അമേരിക്കക്ക് വരുതിയിലാക്കണമെങ്കിൽ എത്രയോ നാളുകളായിട്ട് അത് സാധിക്കുമായിരുന്നു. ഉപരോധം എന്ന് പറയുന്ന എത്രയോ വർഷമായിട്ട് ഇറാനെതിരെ ഉണ്ട്. ആ ഉപരോധം കൊണ്ടൊന്നും മുട്ടു വളയ്ക്കാതെയാണ് ഇറാൻ അവിടെ നിലകൊള്ളുന്നത്. എന്നാൽ റഷ്യയുടെ പിന്തുണ ഇറാനുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പരോക്ഷമായ പിന്തുണയുണ്ട്. നമ്മളും അവരുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം അറിയാം, ഇറാനുമായിട്ട് അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ പല വിധത്തിലും ആധുനികമായ ആയുധങ്ങൾ ഇറാനിലേക്ക് ഒഴുകിയെത്തും. റഷ്യൻ ആയുധങ്ങളെത്തും, ചൈനീസ് ആയുധങ്ങളെത്തും, ഇന്ത്യൻ ആയുധങ്ങൾ കുറച്ച് രഹസ്യമായിട്ടെത്തും. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ എത്തുവാനാണ് ഏറ്റവും എളുപ്പം അവിടെ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോയാൽ വാഷിംഗ്ടണിൽ ഉൾപ്പെടെ, വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. പിന്നെ അമേരിക്കക്ക് അവിടെ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ റഷ്യ നടത്തുന്ന പോലെ ഒരു പരമ്പരാഗത യുദ്ധം കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. ഉക്രൈനിന് നേരെ ചെയ്യുന്ന പോലെ അമേരിക്കക്ക് കൂട്ടനശീകരണ ആയുധങ്ങൾ അവിടെ പ്രയോഗിക്കേണ്ടി വരും. അത് അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല, അമേരിക്കയിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. ഇതിനെല്ലാം പുറമെ ആഗോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഒരു മാന്ദ്യത്തിലാണ്. ഇന്ത്യ മാത്രമാണ് നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥ കാണിക്കുന്നത്. ആ അവസ്ഥയിൽ അമേരിക്കയിൽ യുദ്ധമുണ്ടാകുന്ന അവിടെ പെട്ടെന്ന് ആയുധ ഫാക്ടറികളെല്ലാം സജീവമാകുമെങ്കിൽ പോലും അമേരിക്കയിൽ മാന്ദ്യത്തിലേക്ക് പോകും. കാരണം ഇത്രയും ദൂരെയുള്ള സ്ഥലത്ത് യുദ്ധം ചെയ്യാനായിട്ട് അമേരിക്കൻ റവന്യൂ വളരെയധികം ചെലവഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധത്തിന്റെയും ഡോളറൈസേഷൻ പല രാജ്യങ്ങളും ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയിൽ വലിയ പ്രശ്നമുണ്ട്. സാമ്പത്തികമായിട്ട് അമേരിക്ക അത്ര മികച്ചൊരവസ്ഥയിലല്ല. ചൈനയെ ഒരു ഒന്നാം സ്ഥാനത്ത് വരാതെ നോക്കേണ്ട ചുമതല അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഒരു യുദ്ധം വന്നിട്ടുണ്ടെങ്കിൽ പല താല്പര്യങ്ങൾ കൊണ്ടും അമേരിക്കയ്ക്ക് ദോഷമാകുന്നതാണ് ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്സ്. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ അല്ലെങ്കിൽ ഇറാനോട് അമേരിക്ക പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം. അതല്ലേ അമേരിക്കയുടെ ആവശ്യം. അത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിയാൽ ഇറാൻ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഷാ ഭരണത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഇറാനിൽ ചില പ്രതിഷേധങ്ങളൊക്കെ അമേരിക്ക നടത്തുകയും ചെയ്തിരുന്നു. അത് പക്ഷെ വലിയ രീതിയിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്താനുള്ള സാധ്യതയില്ല.
അല്ലേ? അങ്ങനെയല്ലേ കരുതേണ്ടത്? അതായത് നമ്മളെ എന്തുകൊണ്ട് ആണവ ബോംബ് ഉണ്ടാക്കി? നമ്മളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണ്. അതെ. ഒരു രാജ്യം ആണവ ബോംബ് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ അതിനേക്കാൾ മികച്ചൊരു പ്രതിരോധ തന്ത്രമില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു പ്രശ്നം, ഇറാൻ ഇത് വിലക്ക് വാങ്ങിയ പ്രശ്നങ്ങളാണ്. ഇറാൻ അവിടെ നിന്നുകൊണ്ട് മര്യാദക്ക് ജീവിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പങ്ങളില്ല. പക്ഷെ ഇറാന് അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറാനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ഒഴുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറി. ആ ഫണ്ട് ഒഴുക്കലിന് പുറമേ തന്നെ ഇസ്രയേലുള്ള രാജ്യങ്ങളിലെ പ്രഖ്യാപിത ശത്രുവായിട്ട് അവർ തീരുമാനിച്ചു. ഇവിടെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ബുദ്ധികേന്ദ്രമാണ്. അമേരിക്കയുടെ എല്ലാ മേഖലയിലും ഏറ്റവും തലപ്പത്തിരിക്കുന്ന ജൂതന്മാരാണ്. അപ്പൊ ജൂതന്മാരുടെ പരമ്പരാഗത ശത്രു എന്ന് പറയുന്നത് ഇറാനെ പോലുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യം ആണവശക്തി നേടിയാൽ തങ്ങളുടെ മാതൃരാജ്യത്തിന് എതിരായിരിക്കും അത് ആദ്യം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു ആണവ യുദ്ധം കൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ചെറിയ രാഷ്ട്രമാണ് ഇസ്രയേൽ. ഞാൻ കഴിഞ്ഞ ഈ റഷ്യയുടെ പിന്തുണയൊക്കെ ഇറാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് S-400 അടക്കമുള്ള ചില പ്രതിരോധ ആയുധങ്ങളൊക്കെ റഷ്യ ഇറാന് നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികം ചൈനയും ഇന്ത്യയും ഒന്നും ഇറാനെ തള്ളിപ്പറഞ്ഞ് ഇതുവരെ രംഗത്തെത്തിയതായിട്ട് നമുക്കറിയില്ല. ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു പോക്ക് കണ്ടിട്ട് അമേരിക്കയ്ക്കൊപ്പം നിൽക്കാൻ രാജ്യങ്ങൾ കുറച്ച് മടിക്കും. അമേരിക്ക പോലും പ്രത്യേകിച്ച് വെനസ്വേലയിലെ ഭരണാധികാരിയൊക്കെ പോയി ഭാര്യയും പിടിച്ചുകൊണ്ടുവന്ന് പിന്നെ തുറങ്കലിലടച്ച ഒരു ഭരണാധികാരി ഏത് രാജ്യത്തും കയറി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി. ആ ഭരണാധികാരിയായ ട്രംപിനോടും അമേരിക്കയോടും ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഏതൊക്കെ രാജ്യങ്ങൾ മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്? ഇറാൻ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ ആയുധത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇറാന് സഹായം കിട്ടുകയുള്ളൂ. പക്ഷെ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു S-400 ട്രയംഫ് അവരുടെ കയ്യിലുണ്ടെന്നല്ലേ പറയുന്നത്. ഈ സാധനം അമേരിക്കക്ക് നിഷ്പ്രയാസം മറികടക്കാനായിട്ട് സാധിക്കും. എത്രണ്ണം വേണം? ഒരു അമേരിക്ക എന്ന് വെച്ചാൽ 4 വശത്തു നിന്നും ആക്രമിക്കാൻ കഴിവുള്ള വ്യോമസേനയെ കൊണ്ടുവന്ന് ആക്രമിക്കാനായിട്ട് സാധിക്കും. ഇസ്രയേലിൽ നിന്ന് ഒരേ സമയം ആക്രമണം വരുന്നു. ഡീഗോ ഗാർഷ്യയിൽ നിന്ന് പുറപ്പെടുന്ന B-12 വിമാനങ്ങളിൽ നിന്ന്, ബോംബറുകളിൽ നിന്ന്, അതേപോലെ തന്നെ അന്തർവാഹിനികളിൽ നിന്ന്, വിമാനവാഹിനികളിൽ നിന്നൊക്കെ ധാരാളമായിട്ടുള്ള മിസൈലുകൾ അങ്ങോട്ട് വരുമ്പോൾ എത്ര 400 ട്രയംഫ് അവർ വാങ്ങിച്ചു വെക്കേണ്ടി വരും? അതിന് ഓരോ ട്രയംഫിന്റെ യൂണിറ്റിന്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ബഹുദൂരം വലിപ്പമുള്ള സാധനമാണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് താങ്ങാനുള്ള ശേഷിയില്ല. അവർ 1-2 യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയാം. അതൊന്നും കൊണ്ടൊന്നും തടയാനായിട്ട് പറ്റുകയില്ല. പിന്നെ ഈ യുദ്ധത്തിനിടക്ക് റഷ്യ ഏത് രീതിയിലാണ് അങ്ങോട്ട് എത്തുന്നത്? അമേരിക്കൻ വാഹിനികളുടെയും സഖ്യകക്ഷികളുടെയും കപ്പലുകൾക്കിടയിലൂടെ റഷ്യക്ക് അവിടെ ഒരു ആയുധ സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ആയുധങ്ങൾ കയ്യിലുള്ള മികച്ചൊരു രാഷ്ട്രമാണ് റഷ്യയെങ്കിലും സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം മോശാവസ്ഥയിലാണ്. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിന് ശേഷം ശരിയായ രീതിയിലേക്ക് വളർന്നു വന്നൊരു രാജ്യം വീണ്ടും ഉപരോധത്തിൽ നിന്ന് നട്ടം തിരിയുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ഇന്ത്യയെ പോലുള്ള ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഓയിൽ വാങ്ങിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നേ ഉള്ളൂ. അതല്ല ഒരു അന്താരാഷ്ട്ര രംഗത്ത് ഇടപെടാനുള്ള ശേഷി റഷ്യക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ സഹായിക്കുന്നത്? പിന്നെ ചൈനയെ പോലെ തന്ത്രശാലിയ ഒരു കുറുക്കൻ ഇന്ന് ലോകത്ത് മറ്റൊരു രാഷ്ട്രവുമില്ല. അവർ ആയുധം കച്ചവടത്തിന് വേണ്ടി നിൽക്കുമെന്നല്ലാതെ അമേരിക്കക്കെതിരെ ഒരു നീക്കം നടത്താനായിട്ട് ചൈനയ്ക്ക് പറ്റില്ല. കാരണം ചൈനയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം എന്ന് പറയുന്നത് അമേരിക്കൻ നിക്ഷേപമാണുള്ളത്. ആ നിക്ഷേപത്തിന്റെ സാധ്യതകളും താല്പര്യങ്ങളും ബലികഴിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞാൽ അത്ര അധികം പ്രസക്തമല്ലാത്തൊരു രാജ്യത്തിന് വേണ്ടി എങ്ങനെ ചൈന ഇറങ്ങും? അതെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോയാൽ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു വശത്ത് അമേരിക്കയായിരുന്നു, മറുവശത്ത് ആരായിരുന്നു? റഷ്യ ആയിരുന്നു ഇറാന്റെ കൂടെ അന്നും ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇറാന് ഇറാഖിനെ തോൽപ്പിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. എന്തിനേറെ പറയുന്നു, അമേരിക്ക അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ടുവന്ന് അവരുടെ ബോംബറിൽ നിന്ന് താഴെ കെട്ടി ഈ പറയുന്ന അവരുടെ ആണവ കേന്ദ്രം തകർത്തു. എന്ത് ചെയ്യാൻ പറ്റി? ഇസ്രയേലിലേക്ക് അവർ ടെല്ലവീവ് വിമാനത്താവളത്തിന്റെ അരികിൽ ഒരു ബോംബ് ചെന്ന് വീണു. 1-2 പേർക്ക് പരിക്ക് പറ്റിയോ അതോ ഇനി മരിച്ചോന്ന് പഴയ വാർത്തയുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. ഇത്ര മാത്രമേ സംഭവിച്ചുള്ളൂ. ഇറാൻ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത്. പക്ഷെ അവരുടെ പോരാട്ട വീരത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അവർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയൽപക്കത്തുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എല്ലാം തീടുക എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് എണ്ണ ശാലകളുണ്ട്. അതേപോലെ തന്നെ ഓയില് എടുക്കുന്ന റിഫൈനറികളുണ്ട്. അത് അയൽപക്കമായ ഇപ്പൊ സൗദി ആകട്ടെ മറ്റേത് രാജ്യം ധൈര്യമായിട്ട് അവർ ബോംബിടും. എന്ത് സംഭവിക്കും? ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ഉണ്ടാകും. ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആ ഒരൊറ്റ കാര്യമായിരിക്കും. അതോടുകൂടി ആഗോള മാന്ദ്യവും
രംഗത്ത് വരും. പിന്നെ ഈ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര വികാരം വരും, അന്താരാഷ്ട്ര സമൂഹം വരും, UN ഇടപെടും. UN ഇടപെടാൽ അമേരിക്ക തൽക്കാലം ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ലോക വികാരം അമേരിക്കക്കെതിരായാൽ അമേരിക്കൻ ജനവികാരവും ട്രംപിനെതിരായി മാറും. ട്രംപ് അപ്പൊ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ? കണ്ടറിയാം.